ഒരു സ്വപ്നമായി മനസ്സിൽ കാണുന്ന ഒട്ടേറെ പേർ കഠിന പരിശ്രമങ്ങൾക്കൊടുവിൽ ഇവിടെ എത്തുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ ലക്ഷ്യമിട്ട് ധാരാളം തട്ടിപ്പുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. കാനഡയിൽ ആദ്യമായി എത്തുന്നവരാണ് കൂടുതലായും ഇതിന്റെ ഇരകളാകുന്നത്. വിസ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള അവരുടെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ ജാഗ്രത പാലിക്കണമെന്ന് IRCC അധികൃതർ വിദേശ പൗരന്മാർക്ക് നിർദ്ദേശം നൽകുന്നു. കാനഡയിലെത്തുന്ന എല്ലാവർക്കും അവരുടെ പൗരന്മാർക്ക് ലഭിക്കുന്ന എല്ലാ നിയമപരിരക്ഷയും അവകാശങ്ങളും ലഭ്യമാണ്. തട്ടിപ്പുകൾ തിരിച്ചറിയാനും സ്വയം സംരക്ഷിക്കാനുമുള്ള പ്രധാന വിവരങ്ങൾ ഇമിഗ്രേഷൻ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. കാനഡയിലെ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന രംഗത്തെത്തുന്നവരാണ് പണത്തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത്. ഇവരെ തിരിച്ചറിയണമെന്നാണ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയത്. ധാരാളം പേർ ഇത്തരം വഞ്ചനകളിൽ കുടുങ്ങിയ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധിക്കാനുണ്ടെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. വിസ പ്രോസസിംഗിനായി ഒരിക്കലും ഇമെയിൽ പേയ്മെന്റ്, ഫോൺ പേയ്മെന്റ്, ബാങ്ക് ട്രാൻസ്ഫർ എന്നിവ ആവശ്യപ്പെടില്ലെന്നും വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടില്ലെന്നും അറിയണം. അതേപോലെ പ്രീപെയ്ഡ് ക്രെഡിറ്റ് കാർഡുകൾ, വെസ്റ്റേൺ യൂണിയൻ, മണിഗ്രാം, ഗിഫ്റ്റ് കാർഡുകൾ അല്ലെങ്കിൽ സമാനമായ മറ്റ് സേവനങ്ങൾ എന്നിവ വഴി പണം കൈമാറ്റം ചെയ്യാനോ ഫീസ് അടക്കാനോ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടില്ല. വിസ പ്രോസസിംഗിന് മുമ്പ് ശ്രദ്ധിക്കാൻ ഏറെയുണ്ട്. ഫീസ് അടക്കാത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുമെന്നോ നാട് കടത്തുമെന്നോ ഭീഷണിപ്പെടുത്തിയാണ് ലോകത്തെ എല്ലാ പുതിയ തട്ടിപ്പുകളുമെന്ന പോലെ കാനഡയിലെ വിസ പ്രോസസിംഗിലും തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന തന്ത്രം. കാനഡ ഗവൺമെന്റ് ജീവനക്കാരാണെന്ന് നടിച്ചാണ് മിക്ക തട്ടിപ്പുകളും നടക്കുന്നതെന്നും അറിയണം. അതേപോലെയുള്ള മറ്റ് തന്ത്രങ്ങളാണ് ഫിഷിംഗ് ഇമെയിലുകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ എന്നിവ. ഇതോടൊപ്പം കമ്പ്യൂട്ടർ വൈറസ് തട്ടിപ്പുകളും വ്യാപകമാണ്. ഇങ്ങനെ ലഭിക്കുന്ന ഏത് അറിയിപ്പുകളിലും നന്നായി ശ്രദ്ധിച്ചു മാത്രമേ ഇടപാടുകൾ നടത്താവൂ. ടാക്സ് സംബന്ധമായ വ്യാജ അറിയിപ്പുകളും നൽകി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ചും സാമാന്യ ധാരണ കാത്തുസൂക്ഷിക്കണം. വ്യാജ സമ്മാനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകളും മത്സരങ്ങളും ഇതേപോലെ തട്ടിപ്പുകാർ നടത്തുന്ന മറ്റ് മാർഗങ്ങളാണ്. തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ ആദ്യം ഓർത്തുവെക്കേണ്ട കാര്യം IRCC അവരുടെ വെബ്സൈറ്റിലെ പോർട്ടൽ വഴിയാണ് ഓൺലൈൻ പേയ്മെന്റായി തുക സ്വീകരിക്കുക എന്നതാണ്. ഇത് ലോകത്തെവിടെയായാലും സേവനങ്ങൾക്ക് ഫീസുകൾ തുല്യമാണ്. അതേപോലെ തന്നെ കാനഡയിൽ വിസ, ജോലി, സ്ഥിരതാമസ അനുമതി എന്നിവയിൽ 100% ഉറപ്പൊന്നും നൽകാൻ ആർക്കും സാധിക്കില്ല. കാനഡയിലെ എംബസികളിലെയും കോൺസുലേറ്റുകളിലെയും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരാണ് സാധാരണയായി വിസ അനുവദിക്കുന്നത്. അവർക്ക് മാത്രമാണ് അതിനുള്ള അധികാരം. പണം നൽകിയാൽ നിങ്ങളുടെ അപേക്ഷ വേഗത്തിൽ അംഗീകരിക്കുമെന്നോ പ്രത്യേക പരിഗണന ലഭിക്കുമെന്നോ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്യില്ല. IRCC ജീവനക്കാർ നിങ്ങളെ ബന്ധപ്പെടാൻ ഹോട്ട്മെയിൽ, ജിമെയിൽ, യാഹൂ മെയിൽ തുടങ്ങിയ സൗജന്യ ഇമെയിൽ സേവനങ്ങളോ സോഷ്യൽ മീഡിയയോ ഒരിക്കലും ഉപയോഗിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലഭിക്കുന്ന അറിയിപ്പുകൾ കണ്ട് ചാടി വീഴരുത്. തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കനേഡിയൻ അധികൃതരെ അറിയിക്കണമെന്നാണ് IRCC പറയുന്നത്. എളുപ്പവഴിയിൽ കാര്യങ്ങൾ ലഭിക്കുമെന്ന് കരുതി കയ്യിലുള്ളത് നഷ്ടപ്പെടുത്തരുത്. ഏത് ഇടപാടുകൾ നടത്തും മുൻപും ഔദ്യോഗിക അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.